കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ 4 കേസുകളെടുത്ത് കൂത്താട്ടുകുളം പോലീസ്. 4 കേസുകളുമായി 150 പ്രതികളാണ് ഉള്ളത്. ശ്യാം തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. ശ്യാം, ഈ 150 പ്രതികളിലാണ് ഇപ്പോൾ ഈ 4 കേസുകൾ എടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? മോദി, അതായത് കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ ഒരു നാടകം എന്ന രീതിയിലാണ് CPM അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഈ കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലിൽ കലാരാജുവിൻ്റെ മക്കളാണ് ആദ്യം കേസ് നൽകിയത്. തൻ്റെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസിന് കേസ് നൽകിയത്. ആ കേസിൽ ഏകദേശം കണ്ടാലറിയാവുന്ന 45 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ കൂത്താട്ടുകുളം CPIM ഏരിയ സെക്രട്ടറി PB രതീഷാണ് ഒന്നാം പ്രതി. ഇതോടൊപ്പം തന്നെ ഈ കലാരാജു ഈ ആശുപത്രിയിൽ അഡ്മിറ്റായ ശേഷം പോലീസിന് മുമ്പാകെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയും ഇതിനൊപ്പം തന്നെയാണ്. അതിൽ തന്നെ അസഭ്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ ആക്രമിച്ചു അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം കാര്യങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ അതിലും കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ആ കേസിലും ഈ പറയുന്ന ആളുകൾ തന്നെയാണ് പ്രതി. അതുകൂടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനൂപ് ജേക്കബ് MLA അടക്കമുള്ള ആളുകൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. അതിൽ പോലീസിൻ്റെ കൃത്യനിർവഹണം അടക്കം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ചുകൊണ്ട് പോലീസ് എടുത്ത കേസുണ്ട്. ആ കേസിലും നിരവധി പ്രതികളുണ്ട്. കൂടാതെ ഈ കോൺഗ്രസ് കൗൺസിലർമാർ തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരും പോലീസിന് മുമ്പാകെ കേസെടുത്തിട്ടുണ്ട്. അതിലും CPM നേതാക്കളടക്കമുള്ള ആളുകൾക്കെതിരെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ആ കേസുമുണ്ട്. അതുകൂടാതെ ഈ കൂത്താട്ടുകുളം നഗരസഭ ചെയർപേഴ്സൺ നൽകിയ പരാതിയുണ്ട്. അതിലും നഗരസഭാ ചെയർപേഴ്സണെയും മറ്റ് കൗൺസിലർമാരെയും ആക്രമിച്ചു എന്നതാണ്. അതിൽ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. ഈ 4 കേസുകളിലുമായി ഏകദേശം 150ഓളം പ്രതികളാണുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും കലാരാജുവിൻ്റെ പരാതിയിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ആലുവ റൂറൽ SP വൈഭവ് സക്സേന അടക്കം ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. അതിൽ ഇവരെ ആക്രമിച്ച ആളുകളുടെ പേരടക്കം വെച്ചാണ് കലാരാജു പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി ശ്യാം, ഏതായാലും ഉടൻ നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. കലാരാജുവിന്റെ പരാതിയിൽ അതിൽ 4 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ശ്യാം പ്രസാദ് ഉത്തമൻ നൽകിയത്.